മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. ഇന്നലെ രാത്രി പുലിയെത്തിയ ദൃശ്യങ്ങൾ നാട്ടുകാർ സ്ഥാപിച്ച സിസിടിവിയിൽ പതിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും പ്രദേശത്ത് പുലിയിറങ്ങിയിരുന്നു. ജംഷീർ കൊടിഞ്ഞിന്റെ വിശദാംശങ്ങൾ നൽകാനായി. ജംഷീർ, നാട്ടുകാർ ഭീതിയിലാണ്. എന്താണ് വനംവകുപ്പ് പറയുന്നത്? നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടോ? ജീന, തീർച്ചയായും നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ഇത് ആദ്യത്തെ തവണയല്ല പുലി ഇറങ്ങുന്നത്. പല തവണയായി പല ഘട്ടങ്ങളിലായി ഇവിടെ പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറെ അധികം നാളുകളായി പല സമയങ്ങളിലും പുലി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പുലി ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രദേശത്ത് നാട്ടുകാർ തന്നെ അവരുടെ നേതൃത്വത്തിൽ സിസിടിവി സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സിസിടിവി ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപും സമാനമായ രീതിയിൽ പ്രദേശത്ത് പുലി ഇറങ്ങിയിരുന്നു. അന്ന് പക്ഷേ പകൽ സമയം എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരത്തോടു കൂടി 7:30 കൂടിയായിരുന്നു അന്ന് പുലി ഇറങ്ങിയിരുന്നത്, ആളുകൾ ഉള്ള സമയത്ത്. ഇന്നിപ്പോൾ പുലർച്ചയോട് കൂടി ഏതാണ്ട് 1 മണി സമയത്തോടു കൂടിയാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. സമീപത്തെ റോഡിലേക്ക് പുലി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് നിരവധി വീടുകളുള്ള ജനവാസ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. വനംവകുപ്പ് ഈ വിഷയത്തിൽ ഒരു കൂട് സ്ഥാപിച്ചല്ലാതെ അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ കൂട്, നിലവിൽ സ്ഥാപിച്ച കൂട് മറ്റിടങ്ങളിൽ, അതായത് പുലി കണ്ട ഭാഗങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അത് മാറ്റി സ്ഥാപിക്കാമെന്ന് പറയുകയല്ലാതെ ഇത് മാറ്റി സ്ഥാപിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഒന്നുകിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഈ കൂട് നിലവിൽ സ്ഥാപിച്ച പുലി വരുന്ന ഭാഗങ്ങളിലേക്ക് സ്ഥാപിക്കുക, അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്. വനം വകുപ്പ് ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ട ഒരു കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. വളരെ ഭീതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ കഴിയുന്നത്. നിരന്തരമായി പുലിയെ കാണുന്നു. 1-2 തവണയല്ല, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നിരന്തരമായി പുലി പ്രദേശത്ത് ഇറങ്ങുന്നു. അതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ, തെളിവുകൾ സഹിതമുണ്ട്. എന്നാൽ കൃത്യമായ ഒരു ഇടപെടൽ, കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചു പുലിയെ പിടികൂടാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതിനകത്തൊരു കൃത്യമായ ഇടപെടൽ ഇനി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ കുടുംബമാണ് ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ഇവരുടെ പ്രതിഷേധം, ഇവരെന്താണ് പറയുന്നത്? വനംവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ജിന, ഇതിലെ ആദ്യം, അതായത് ഈ സിസിടിവി ക്യാമറകളൊക്കെ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ പുലി ഇറങ്ങിയിരുന്നു. ഇവിടുത്തെ നിരവധി വളർത്തുമൃഗങ്ങൾ, ആടുകളെ ഉൾപ്പെടെ കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വനംവകുപ്പ് വരികയും പിന്നീട് കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പുലിയാണെന്ന് ഉറപ്പിക്കാൻ അതിന്റെ തെളിവുകൾ വേണമെന്നൊക്കെ അന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നാട്ടുകാർ തന്നെ മുൻകൈ എടുത്ത് അവിടെ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ ആ സിസിടിവി ക്യാമറകളിൽ കൃത്യമായി പുലിയാണെന്ന് അത് വ്യക്തമായതാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായത് മനസ്സിലാവുന്നതാണ്. ഇത് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് വനംവകുപ്പിന് നാട്ടുകാർ പരാതി നൽകുന്നത്. പുലിയിറങ്ങി ഇതിന് പിടികൂടാൻ നടപടി വേണമെന്നുള്ളത്. പക്ഷേ ഒരു ചടുലമായൊരു നീക്കമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു കെണി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ കൂട് സ്ഥാപിക്കുകയോ അധികൃതർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഒട്ടനവധി വീടുകൾ അതിന്റെ സമീപ പ്രദേശത്തായിട്ടുണ്ട്. പ്രധാന റോഡുണ്ട്, സമീപത്ത് തന്നെയാണ്. റോഡിലേക്കാണ് ഇന്നിപ്പോൾ പുലി ഇറങ്ങിപ്പോകുന്നത് കാണുന്നത്. ഇതിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടത്തിന് കാത്തു നിൽക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെയൊക്കെ ഉണ്ടായതുപോലെ ആരെങ്കിലും ആക്രമിച്ചതിന് ശേഷം വലിയ മാധ്യമശ്രദ്ധ നേടുകയും അല്ലെങ്കിൽ വലിയ തരത്തിൽ വിലപിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു കൃത്യമായ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ നാട്ടുകാരുടെ ആവശ്യത്തിന് ചെവിക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ജീന.